ഇത് കണ്ടല്ലോ, മാങ്ങയുടെ വില 15% കുറഞ്ഞപ്പോൾ ആവശ്യകത 20% വർദ്ധിച്ചു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന ലാഭനഷ്ടത്തിന്റെ കണക്ക് അതാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ ആവശ്യകതയും അതേപോലെ അതിന്റെ ഡിമാൻഡും കൂടും, അതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന ഒരു കച്ചവടം ആകുമ്പോൾ അതിൽ ലാഭവും നഷ്ടവും ഉണ്ടാകും. അപ്പൊ അതിന്റെ കണക്ക് പറയാനും വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് ഓഫ് ക്വസ്റ്റ്യനിൽ ഉള്ള ഇക്വേഷൻ ആണ്. അതായത് നമ്മുടെ ഡിമാൻഡ് ആവശ്യകത, അതായത് മാങ്ങയുടെ വില എന്ന് പറയുന്നത് ഡെൽറ്റ പി ആയിട്ടും ഡിമാൻഡ് എന്ന് പറയുന്നത് ആവശ്യകത എന്ന് പറയുന്നത് 20% ആയിട്ടാണ്. ഡെൽറ്റ പി എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ മാങ്ങയുടെ വില 15% എന്താണ് കുറയാണ് ചെയ്തത്. അതുകൊണ്ട് എന്താണ് -15 എന്നിട. അതേപോലെ ഡെൽറ്റ ഡി ഡിമാൻഡ് ആവശ്യകത എന്താണ് 20% കൂടാണ് ചെയ്തത്. അതുകൊണ്ട് എന്താണ് +20. ഇപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ലാഭനഷ്ടത്തിന്റെ കണക്കറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ ഡി പ്ലസ് ഡെൽറ്റ പി ഇൻറ്റു ഡെൽറ്റ ഡി ബൈ 100. ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യന്റെ ആൻസർ ആവും. അതായത് ഡെൽറ്റ പി ഇ പ്ലസ് ഡെൽറ്റ ഡി എന്ന് പറയുന്നത് -15 + 20 പ്ലസ് ഡെൽറ്റ പി വീണ്ടും ഇൻറ്റു ഡെൽറ്റ ഡി, അതായത് 15 × 20 15 × 20 -15 × 20 ആണ്. -15 × 20 പറയുമ്പോൾ 300/100. ഈ 0 കട്ട് ചെയ്യും. അപ്പം +5 -3 എത്രയാണ്? 5-3 കുറച്ചാൽ 2. നമുക്ക് അപ്പോൾ ഇവിടെ എന്താണ് പ്ലസോ മൈനസോ വന്നോ എന്ന് പറഞ്ഞാണ് നോക്കാനുള്ളത്. ഇവിടെ എന്താണ് പ്ലസ് ആണ് സൈന്. അപ്പം എന്താണ് 2% ലാഭമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ ബൈ.